കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമെന്ന UDF ഘടകകക്ഷികൾ നേതാക്കൾ തമ്മിലുള്ള തർക്കം അതിരുവിട്ടെന്ന വിമർശനം മുന്നണിയുടെ പ്രവർത്തനത്തെയും തർക്കം ബാധിച്ചെന്നും ഘടകകക്ഷികൾ. വിവരങ്ങളുമായി നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നൃപൻ, ഈ കോൺഗ്രസിലെ തമ്മിലടി അത് അതിരുവിട്ടുവെന്ന നിലപാടാണോ ഘടകകക്ഷികൾ ഇപ്പോൾ പറയുന്നത്? ഈ കോൺഗ്രസിലെ നേതാക്കളുടെ തർക്കം കാരണം മുന്നണിയുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചു, ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന മുന്നറിയിപ്പാണോ ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ ഘടകകക്ഷികൾ വച്ചിരിക്കുന്നത്? തീർച്ചയായും മനു, ഈ കോൺഗ്രസിലെ ഇരു നേതാക്കൾ, ഒന്ന് VD സതീശനും കെ സുധാകരനും തമ്മിലുള്ള വലിയ തരത്തിലുള്ള തർക്കം, ഒരുമിച്ച് ഇരിക്കുകയോ ഒന്നിച്ച് ഒരു വാർത്താ സമ്മേളനം നടത്താൻ പോലും കഴിയാത്ത തരത്തിലുള്ള നേതാക്കൾ തമ്മിലുള്ള അകൽച്ച, പടലപ്പിണക്കം, ഇത് കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ മാത്രമല്ല UDFിൻ്റെ പൊതുവായ പ്രവർത്തനത്തെയും കൂട്ടായ തീരുമാനമെടുക്കാനോ UDF യോഗം ചേർന്ന് പൊതുവായ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനോ കഴിയാത്ത അവസ്ഥയിൽ UDF പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നതാണ് ഘടകകക്ഷികൾ നേരിട്ട് ഹൈക്കമാൻഡിൻ്റെ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. നേരിട്ട് PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ലീഗിൻ്റെ അടക്കം പ്രധാനപ്പെട്ട നേതാക്കൾ ആശങ്ക അറിയിച്ചു എന്ന് മാത്രമല്ല, ഇങ്ങനെ UDFന് മുന്നോട്ട് പോകാൻ കഴിയില്ല, അടിയന്തരമായി ഹൈക്കമാൻഡ് ഇടപെട്ട് കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന നിലപാട് വലിയ തരത്തിലുള്ള പ്രതിഷേധം കൂടിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഘടകകക്ഷി മാത്രമല്ല, എല്ലാ ഘടകകക്ഷികളും സമാനമായ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയങ്ങളിൽ തങ്ങൾ ഇടപെടുന്നില്ല, അത് ഒരു സംഘടന എന്ന നിലയ്ക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ്, അതുകൊണ്ട് ആഭ്യന്തര വിഷയങ്ങളിൽ തങ്ങൾ ഇടപെടുന്നത് ശരിയല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അത് UDFിൻ്റെ പ്രവർത്തനങ്ങളെ നിലവിൽ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇരു നേതാക്കളും വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നു. PV അൻവറിൻ്റെ UDFിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച് VD സതീശന് ഒരു നിലപാടും കെ സുധാകരന് മറിച്ചൊരു നിലപാടും വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സർക്കാരിനെതിരെയുള്ള സമരപരിപാടികളിൽ പോലും വ്യത്യസ്തമായ നിലപാടാണ് വരുന്നത്. കെ സുധാകരൻ ഒരു വഴിക്കും VD സതീശൻ മറുവഴിക്കുമാണ് പോകുന്നത്. ഇങ്ങനെ UDFന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മറ്റൊന്ന് അവർ പറഞ്ഞത്, മുതിർന്ന നേതാക്കൾ പറഞ്ഞത്, പക്വത കാണിക്കുന്നില്ല എന്നതാണ്. അത് ആരെ ഉദ്ദേശിച്ചാണ് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ് മനു. കാരണം കെ കരുണാകരനും AK ആന്റണി, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വരെയുള്ള നേതാക്കൾ UDFിലെ ഘടകകക്ഷി നേതാക്കളുമായി എന്ത് നിലപാടാണ് സ്വീകരിച്ചത്, പാർട്ടിയിൽ ആഭ്യന്തരമായ പ്രശ്നം വരുമ്പോൾ എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യമൊക്കെ ലീഗിനടക്കമുള്ള ഘടകകക്ഷി നേതാക്കൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ വിമർശനങ്ങളും പ്രതിപക്ഷ നേതാവിനെ ഉന്നം വെച്ചാണോ ഘടകകക്ഷികൾ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും. കാരണം ഒരുമിച്ചൊരു വാർത്താ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, KPCC യോഗത്തിൽ പങ്കെടുക്കാതെ VD സതീശൻ മാറി നിൽക്കുന്നു, പുനഃസംഘടന നടക്കുന്നില്ല, പല അഭിപ്രായങ്ങളും KPCC അധ്യക്ഷനെ മുഖവിലേക്കെടുത്ത് മുന്നോട്ട് പോകുന്നില്ല, UDFിൻ്റെ ഉന്നതാധികാര സമിതിയിൽ നിന്ന് തുടർന്നുള്ള പ്രതിഷേധത്തിൽ കെ സുധാകരൻ വിട്ടുനിൽക്കുന്നു. കേവലം 20 മിനിറ്റ് കൊണ്ട് 25 മിനിറ്റ് കൊണ്ടാണ് കഴിഞ്ഞ തവണ കൂടിയ UDFിൻ്റെ ഉന്നതാധികാര സമിതി യോഗം ഓൺലൈനായി ചേർന്നത്. അതിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തിരുന്നു. അതിൽ കെ സുധാകരൻ വിട്ടുനിന്നു. കാര്യമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയാതെ ആ യോഗം പിരിയുകയും ചെയ്തു. അങ്ങനെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും നിലപാടെടുക്കാൻ പറ്റുന്നില്ല. പക്വതക്കുറവ്, അപക്വമായ നിലപാട് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഏത് നേതാവ് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. അത് VD സതീശനെയാണ് എല്ലാ നേതാക്കളും ഇക്കാര്യത്തിൽ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് കാരണക്കാരനായി മുൻനിരയിൽ പറയുന്നത്. അതുകൊണ്ട് ഹൈക്കമാൻഡ് അടിയന്തരമായി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുക. മാത്രമല്ല, UDFിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി UDF നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിലെ ഒരുക്കങ്ങൾ നടത്താൻ ഘടകകക്ഷികൾക്ക് സ്വാധീനമുള്ള പല സ്ഥലങ്ങളിലും, ലീഗിന് സ്വാധീനമുള്ള പല സ്ഥലങ്ങളിലും ലീഗ് അതിൻ്റെ സ്വന്തമായ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നു. അവിടെയെല്ലാം കോൺഗ്രസിന് കിട്ടുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്, ഈ മുന്നണികൾ, ഘടകകക്ഷികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്ത്, തദ്ദേശ സ്ഥാപനങ്ങളിലെ മുന്നണി സംവിധാനങ്ങളിൽ മാറ്റം വരുത്തണം, ഡിവിഷനുകളിൽ മാറ്റം വരുത്തി തീരുമാനിക്കണം, ഏതൊക്കെ മേയർമാർ, ഡെപ്യൂട്ടി മേയർമാർ, ഇങ്ങനെയുള്ള ധാരണകൾ, സീറ്റുകളനുസരിച്ചുള്ള ധാരണകൾ, ഇതൊക്കെ തന്നെ കഴിഞ്ഞ ഇക്വേഷനിൽ നിന്ന് മാറ്റം വരുത്തേണ്ട പല സ്ഥലങ്ങളുമുണ്ട്. ഇത് സംബന്ധിച്ച് ചർച്ച നടത്തേണ്ടത് നേതൃത്വമാണ്. അതിനുശേഷമാണ് ജില്ലാ UDF ലീഡർഷിപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. തുടർന്ന് പഞ്ചായത്ത് അടിസ്ഥാനത്തിലടക്കം കാര്യങ്ങൾ തീരുമാനിക്കണം. അതുകൊണ്ട് ഘടകകക്ഷികൾക്ക് പ്രാപ്തമായ സ്ഥലങ്ങളിൽ പോലും കോൺഗ്രസിൻ്റെ വിട്ടുനിൽക്കൽ കാരണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സമ്മർദ്ദം ഘടകകക്ഷികൾ ശക്തമായി മുന്നോട്ട് വയ്ക്കുകയാണ് മനു.